ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് ഫുള്ള് പ്ലാനിങ് ആയിരിക്കും അല്ലേ? രാവിലെ നേരത്തോടെ എണീക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം, അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ പ്ലാനിങ് ഡെയിലി രാത്രി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. സുഖസുന്ദരമായിട്ട് നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങി പോവാണ് അല്ലേ? ബെഡിൽ നിന്ന് എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ്റ്റർ വന്നിട്ടുള്ളത്. എങ്ങനെ രാവിലെ നല്ല ഉഷാറായിട്ട് നേരത്തോടെ തന്നെ എണീക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും പലർക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതാണ് സ്ലീപ്പ് ഏർലി. എപ്പോഴും രാത്രി നമ്മൾ നേരത്തോടെ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കണം. രാത്രി നേരത്തോടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാവിലെ നല്ല ഉഷാറായിട്ട് എണീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. രാവിലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും രാത്രി നേരത്തോടെ തന്നെ, ഇപ്പൊ നിങ്ങൾ എത്ര മണിക്കാണോ കിടക്കുന്നത് അതിനും കുറച്ചും കൂടെ മുന്നേ ഉള്ള സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കാം. ടിപ്പ് നമ്പർ 2, give yourself a strong reason to wake up. നമ്മൾ എപ്പോഴും ടൂറൊക്കെ ഉണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആരും നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ടൂറിന്റെ തലേ ദിവസം നമ്മൾ വേഗം തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എണീറ്റ് പോകും അല്ലെ? അതിന് കാരണം എന്താണ്? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട് അല്ലെ? രാവിലെ നേരത്തോടെ എണീക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ മൈൻഡിൽ തന്നെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ വേഗം തന്നെ ഉണർന്ന് എണീറ്റോളും. ആരും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ എണീക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എണീറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ അപ്പൊ എന്തിനാ ഇത്ര നേരത്തോടൊക്കെ എണീറ്റിട്ട്, അങ്ങനെയുള്ള രീതിക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എണീക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെക്കുക. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏറ്റവും നല്ല മാർക്ക് തന്നെ നമ്മുടെ ഇനി വരുന്ന എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ രാവിലെ എണീക്കാനായിട്ട് ട്രൈ ചെയ്യാം. അടുത്ത ടിപ്പാണ് കോൺകർ ദ ഫസ്റ്റ് 1 മിനിറ്റ്. നമ്മൾ എപ്പോഴും രാവിലെ എണീക്കാനാകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ അലാറം അടിക്കുന്നു, അലാറം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണീക്കുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ വിചാരിക്കും ഒരു 5 മിനിറ്റ് കൂടെ കിടന്നുറങ്ങാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും സ്നൂസ് ചെയ്ത് വെക്കുന്നു അലാറം, നമ്മൾ കിടന്നുറങ്ങുന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എണീക്കുന്നു. വീണ്ടും നോക്കുമ്പോൾ നമ്മൾ ചെയ്യും അയ്യോ ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ നേരം ഒന്നും കൂടെ ഒന്ന് കിടക്കാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് സ്നൂസ് ചെയ്ത് വെക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് സമയത്ത് നമ്മൾ ഇതേപോലെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലീപ്പ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നേരം ഉറങ്ങാനായിട്ട് കിട്ടിയല്ലോ, നമുക്കതൊരു മനസ്സമാധാനമാണല്ലോ എന്നൊക്കെ രീതിയിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലീപ്പ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഒരു 1 മിനിറ്റ് നിങ്ങൾക്ക് ഒന്ന് കോൺകർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റി എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആദ്യത്തെ ആ ഒരു 1 മിനിറ്റിലായിരിക്കും നമുക്ക് വീണ്ടും കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി കുറച്ചും കൂടി കൂടുതൽ ആ ഒരു സമയത്തായിരിക്കും. അപ്പൊ അതൊന്ന് നിങ്ങൾ ഒന്ന് കോൺകർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ടിപ്പാണ് ഫോളോ ദ സ്കെഡ്യൂൾ എവറി ഡേ. അതായത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നേരത്തോടെ എണീറ്റ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നല്ലോണം നേരത്തോടെ എണീറ്റ് നല്ല കുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിച്ചു. ഇനി അടുത്ത ദിവസം നമുക്ക് ഹോളിഡേ ആണ്. അപ്പൊ അതുകൊണ്ട് നേരത്തോടെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹോളിഡേ അല്ലേ, ഹോളിഡേസിലൊക്കെ എന്തിനാണ് നേരത്തോടെ എണീക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഫുള്ള് ഇങ്ങനെ നല്ലോണം കിടന്നുറങ്ങും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പിന്നെ മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ പിന്നെ ഹോളിഡേ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വീണ്ടും നേരത്തോടെ എണീക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. രാവിലെ എണീക്കുന്നത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ നേരത്തോടെ എണീറ്റ് പഠിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ദിവസവും മതി ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ എണീക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേറെ അലാറം ഒന്നും വേണ്ടാതെ തന്നെ നിങ്ങൾ സുഖമായിട്ട് എണീക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പാണ് ഇംപ്രൂവ് യുവർ ബെഡ് ടൈം റൂട്ടീൻ. അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കോഫി അല്ലെങ്കിൽ ടീ ഒന്നും കുടിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പാടില്ല. കാരണം അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കം കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാത്രമല്ല നിങ്ങൾ കിടന്നുറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ തന്നെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ യൂസ് ഒക്കെ എന്ത് ചെയ്യണം? 1 മണിക്കൂർ മുന്നേ തന്നെ മാറ്റി വെക്കണം. ഓക്കെ, അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, കാരണം നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്തോറും നമുക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും നല്ലോണം കൂടും. പിന്നെ മാത്രമല്ല രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഫോണിൽ നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവിൽ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? എപ്പോഴും രാത്രി 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോണും ലാപ്ടോപ്പും ഒക്കെ മാറ്റി വെക്കണം. അതുപോലെ തന്നെ രാവിലെയൊക്കെ കിടന്നുറങ്ങുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഒഴിവാക്കണം. രാവിലെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടാനും ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ബുക്കൊക്കെ രാത്രി വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോളജി ബുക്കൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരും. അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് കീപ് എവേ യുവർ അലാറം. അതായത് എപ്പോഴും നമ്മൾ നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ അലാറം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
നേരെ നമ്മൾ കൈ ഇങ്ങനെ എടുക്കും, എന്നിട്ട് നേരെ പോയിട്ട് അത് ഓഫാക്കി വെക്കും, അത് നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങിപ്പോകും അല്ലെ. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് അകലെയായിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എണീക്കേണ്ടി വരും അല്ലെ. കാരണം അത് പോയിട്ട് ഓഫ് ആക്കണം, അപ്പൊ അതുകൊണ്ട് എന്തായാലും എണീക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എണീക്കുന്നു, നമ്മൾ നേരെ പോയിട്ട് ഓഫ് ആക്കുന്നു, അപ്പോഴേക്കും നമുക്ക് കുറച്ച് അത്യാവശ്യം ബോധമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നീട് അങ്ങനെ വീണ്ടും കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, അലാറം കുറച്ചും കൂടെ നീക്കി കുറച്ച് ദൂരെയായിട്ട് വെക്കാം. ഇനി ലാസ്റ്റ് ടിപ്പ്, എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ യോഗ, വർക്കൗട്ട് ഇതൊക്കെ ചെയ്യുക. ഈ യോഗ വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനിയെ വേഗം തന്നെ നമുക്ക് രാത്രി വേഗം നമുക്ക് ഉറക്കമൊക്കെ വരും. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തോടെ എണീക്കുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡേ ലൈറ്റ് ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യണം. കാരണം രാവിലെയുള്ള ആ മോർണിംഗ് സൺലൈറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും അതൊക്കെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. നമ്മുടെ മൈൻഡൊക്കെ നല്ലോണം ഭയങ്കര റിഫ്രഷ് ആയിട്ട് മാറും. അങ്ങനെ മാത്രമല്ല, നമുക്ക് ഒരു ദിവസം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരും. കുറേ സമയം നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. മാത്രമല്ല നമ്മളെപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുതലുള്ള ഓരോ ദിവസവും നിങ്ങൾ ഇപ്പം മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ടിപ്പും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം.